നമ്മൾ എവിടെ പോവാണ്? ഗോവ. ഈ ഇടയ്ക്ക് നമ്മൾ പോയിട്ട് കർണാടക യാത്ര ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അതൊരു ലോങ് വീഡിയോ ആണ് കേട്ടോ. ഇത് കർണാടക ട്രിപ്പിന്റെ സ്റ്റാർട്ടിങ് ഇവിടെ ഒന്നല്ല കേട്ടോ. അങ്ങ് പണ്ട് 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 എവിടേക്കാണ് പോകുന്നത്? ബ്ലാക്ക് ആൻഡ് വൈറ്റിലോട്ടോ. അത്രയൊന്നും പോകണ്ട, കുറച്ച് ഇങ്ങോട്ട് പോവാം. ഓക്കെ. അച്ഛനും ഇമ്മക്കുട്ടിയൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഒരു വഴിപാടുണ്ടായിരുന്നു കേട്ടോ. ആ വഴിപാട് തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ യാത്ര കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്ക്. ഇപ്പം ഈ നമ്മൾ പോകുന്ന യാത്രയുടെ പിന്നിൽ ഒരു നമ്പൂതിരിയാണ് കേട്ടോ. കാരണം ഞങ്ങൾ അതിനു മുമ്പ് ഒരു പ്രാവശ്യം പോയിട്ട് മൂകാംബിക ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുന്ന ടൈമിലുണ്ടല്ലോ, ഒരു തന്ത്രി വന്നിട്ട് നമ്മളടുത്ത് പറഞ്ഞു, നിങ്ങൾ നല്ലോണം പ്രാർത്ഥിക്കൂ ഭഗവാനോട്, അതല്ലാതെ കുട്ടിയായി കഴിഞ്ഞ് ഇവിടെ കൊടുത്തിട്ട് ദേവിയെ കാണിച്ചു കൊടുക്കൂ, അതുമല്ലാതെ തുലാഭാരം ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്തോളൂ പറഞ്ഞിട്ട് അവിടുത്തെ ഒരു തന്ത്രി നമ്മളടുത്ത് പറയണ്ടായി. ഇപ്പം നിങ്ങൾ വഴിപാടൊന്നും, അതായത് നമ്മൾ പോയ ടൈമിൽ വഴിപാടൊന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. ഞങ്ങളെ കുട്ടിയുടെ മക്കളെയൊക്കെ കെട്ടിപ്പെറുക്കിയിട്ടുണ്ടല്ലോ. പുലർച്ചയ്ക്ക് 4 മണിക്ക് തുടങ്ങിയതാട്ടോ യാത്ര. ഇടയിൽ എവിടെ നിർത്തിയിട്ട് കാലി ചായ മാത്രമേ കുടിച്ചുള്ളൂ കേട്ടോ. നമ്മൾ യാത്ര പോകാൻ ബുക്ക് ചെയ്ത വണ്ടി അത് അത്യാവശ്യം കംഫർട്ടബിൾ ആയിരുന്നു കേട്ടോ. കിടക്കാനും ഇരിക്കാനും ഒക്കെ പറ്റുന്ന ഒരു വണ്ടിയായിരുന്നു. പക്ഷേ അതിൻ്റെ മോഡിഫിക്കേഷൻ കാരണം കൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് പണി കിട്ടി. പോലീസ് ഇടയ്ക്കിടയ്ക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ബാക്കിൽ കിടക്കുന്നതൊക്കെ കണ്ടപ്പം ചിലർ ഫൈന് വാങ്ങിച്ചു. രാവിലെ 8-8:30 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയി കഴിച്ചിട്ട് ഞങ്ങൾ യാത്ര പിന്നെയും കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. നമ്മൾ 3-4 വട്ടം കേരളത്തിലോട്ട് റോഡ് ട്രിപ്പ് എടുത്തിട്ടുണ്ടെങ്കിലും ഇത്രയും മടുത്തൊരു റോഡ് ട്രിപ്പ് ഉണ്ടായിട്ടില്ല കേട്ടോ. കാരണം ഫുൾ റോഡ് പൊളിച്ചിട്ടിരിക്കുകയായിരുന്നു. ഇതിൻ്റെയൊക്കെ പണി ഇനി എപ്പോഴാണ് കഴിയാമെന്ന് യാതൊരു പിടുത്തവുമില്ല. അമ്മാര് റോഡ് മോശമായിരുന്നു കേട്ടോ. ചില സ്ഥലത്തൊക്കെ ഞങ്ങൾക്ക് അത്യാവശ്യം നല്ലോണം ട്രാഫിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ടോളിന് ഒരു പഞ്ഞും ഉണ്ടായിരുന്നില്ല. നമ്മൾ പൂനെയിൽ നിന്ന് പുലർച്ചയ്ക്ക് 4 മണിക്ക് ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് മൂകാംബികയിൽ നമ്മൾ എത്തിയത് രാത്രി 12 മണിക്കാണ് കേട്ടോ. ഇതിൽ ഒന്നാമത്തെ റീസൺ ഫെറി അവോയ്ഡ് ചെയ്ത് ഞങ്ങൾ റോഡ് ട്രിപ്പാണ് ചൂസ് ചെയ്തത്. അത് തെറ്റായിപ്പോയി. പിന്നെ രണ്ടാമത്തെ റീസൺ പറയുന്നത് നമ്മൾ പിള്ളേരെ വെച്ച് യാത്ര ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 1 മണിക്കൂറാണ് നമ്മൾ ഹോട്ടലിൽ ചിലവഴിക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അത് ചെറിയ പിള്ളേരെയും കൊണ്ടാണ് പോകണമെന്ന് വെച്ചാൽ അത് ഒരു 2 മണിക്കൂറാവും. അപ്പോൾ അങ്ങനെ നീണ്ട് പോയതാണ് 12 മണിയായത്. ഒരു വലിയൊരു മല ഫുള്ളും ഡ്രില്ല് ചെയ്തിട്ട് അവിടെ മെട്രോ ആണോ ഫ്ലൈ ഓവർ ആണോ വരുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ. ഈ ജേർണിയിൽ വേറൊരു കാര്യം കൂടി കാണാൻ പറ്റി കേട്ടോ. ലെഫ്റ്റ് സൈഡിലുണ്ടല്ലോ ഡ്രൈവിംഗ് സീറ്റുള്ള ആൻറ്റിക് പീസ് ആയിട്ടുള്ള ഒരു കാറ്. വിവ ഗോവ 2024 പറഞ്ഞിട്ട് എന്തോ ഒരു പ്രദർശനോത്സവം എന്തോ നടക്കുന്നുണ്ട് തോന്നുന്നു ഗോവയിൽ. അവിടേക്കാട്ടോ ഈ കാറുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ അവരുടെ അടുത്ത് ചോദിച്ചു എവിടേക്കാണ് നിങ്ങൾ പോകുന്നതെന്നൊക്കെ. പക്ഷെ അവർ ഒരു മറുപടിയും പറഞ്ഞില്ല. ഭയങ്കര ആറ്റിറ്റ്യൂഡായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു. നമ്മുടെ ഈ ജേർണിയിൽ പകുതി ദൂരം റോഡിൻ്റെ 2 വശങ്ങളിലായിട്ട് നിറയെ കരിമ്പ് തോട്ടങ്ങളും അതിൻ്റെ വിളവെടുപ്പും ഒക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. റോഡ് ട്രിപ്പിൽ പ്രത്യേകിച്ച് ഹൈവേയിൽ നേരിടുന്ന ഒരു പ്രശ്നമാണ് ബാത്റൂമിൻ്റെ വിഷയമല്ലേ. പെട്രോൾ പമ്പിലൊന്നും നിർത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വൃത്തി ഉണ്ടാവണമെന്നില്ല. പക്ഷേ മഹാരാഷ്ട്ര കർണാടക ആ ഏരിയയിലെ ഒരു പ്രത്യേകതയാണ് ടോയ്ലറ്റുകളെല്ലാം പെട്രോൾ പമ്പിൻ്റെ ഉൾപ്പെടെയുള്ള ടോയ്ലറ്റുകളെല്ലാം നല്ല വൃത്തിയിലാട്ടോ അവർ സൂക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഒരു ക്ലിപ്പ് ഇടാൻ കാരണം. ഹൈവേകളിൽ മോസ്റ്റ്ലി ഹോട്ടലുകൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ നമ്മൾ ഹോട്ടലുള്ള സ്ഥലത്തൊന്നും വണ്ടി നിർത്താതെ ഹോട്ടലിൻ്റെ ഏരിയ മുഴുവൻ കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ വിശപ്പ് എല്ലാവർക്കും സ്റ്റാർട്ട് ചെയ്തു. നോക്കിയപ്പം എവിടെയും ഹൈവേയിൽ ഹോട്ടലുകൾ കാണാനില്ല കേട്ടോ. 3-4-5 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ എവിടെയും ഹോട്ടൽ കാണാനുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ എങ്ങനെയൊക്കെ ഒരു ഹോട്ടൽ തപ്പി കണ്ടുപിടിച്ചു ഒരു ടോളിന് മുമ്പ്. പിന്നെ അവിടെ കയറി നല്ല നാണും റൈസും ദാലും പനീർ കറിയും റൊട്ടിയൊക്കെ കഴിച്ച് വയറൊക്കെ ഒന്ന് ഫില്ലാക്കിയ ശേഷമാണ് പിന്നെ യാത്ര കണ്ടിന്യൂ ചെയ്തത് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് വണ്ടിയിലിരിക്കുക തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഒരു 2:45 ഞാൻ പറഞ്ഞല്ലേ വൈകിട്ടാണ് ഭക്ഷണം കഴിച്ചതെന്നുള്ളത്. അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ വേഗം മക്കളുടെ ഡൈപ്പറൊക്കെ മാറിയിട്ടുണ്ടല്ലോ അവരെയൊക്കെ ഒന്ന് ഫ്രഷ് ആക്കി ഉറക്കി കിടത്താനുള്ള രീതിയിലാക്കിയിട്ടാണ് വണ്ടിയിൽ കയറ്റിയത്. വണ്ടിയിൽ കയറിയിട്ട് പിന്നെ ഒരു 4-5 മണിക്കൂറോളം ഉണ്ടല്ലോ ചുരത്തിലായിരുന്നു കേട്ടോ. ഘാട്ടായിരുന്നു ഫുള്ളും. അത് കറങ്ങി ഉണ്ടല്ലോ എല്ലാവരുടെ തലയും ഒരു വിധത്തിലായി എന്നുള്ളതാണ്. എന്നിട്ട് പിന്നെ അത് ഫെറി ഒഴിവാക്കാൻ വേണ്ടി ചെയ്തത് ഒരു മിസ്റ്റേക്കായിരുന്നു. നമ്മുടെ ഭാഗത്ത് പറ്റിയ മിസ്റ്റേക്ക് തന്നെയാണത്. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഒരു ടൗൺ കണ്ടപ്പോൾ അവിടെ നിർത്തിയിട്ടുണ്ടല്ലോ ഞങ്ങൾ ചായയും വടയും ഒക്കെ കഴിച്ചിട്ട് ഒന്ന് ഉഷാറായി. പിന്നെ വാഷ്റൂമിലൊക്കെ ഒന്ന് പോയി വന്നു കേട്ടോ. അപ്പോഴേക്കും അടുത്ത പണി, വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. ഡ്രൈവർ ചേട്ടൻ ആഞ്ഞ് പരിശോധിച്ചിട്ടും ഒന്നും സ്റ്റാർട്ടാവുന്നില്ല കേട്ടോ. കുറേ ഉന്തിയിട്ടും തള്ളിയിട്ടൊക്കെ നോക്കി. ലാസ്റ്റ് ഇവരെടുത്ത് പറഞ്ഞ് പുറത്തിറങ്ങി തള്ളാൻ. പിന്നെ ഇതാ ഇവർ പോയി തള്ളിക്കൊണ്ടിരിക്കുക.
ഏർലി മോർണിംഗ് ജേർണി സ്റ്റാർട്ട് ചെയ്തതല്ലേ, അതുകൊണ്ട് ഡ്രൈവർക്ക് നല്ലോണം ഉറക്കം വരുന്നുണ്ടായിരുന്നു. ആ ചേട്ടനെ നമ്മുടെ അടുത്ത് പറഞ്ഞു കേട്ടോ ഉറക്കം വരുന്നുള്ള വിവരം. വേഗം എന്നിട്ട് റാംബയ്യ വണ്ടി ഓടിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വണ്ടി ഓടിച്ചത് നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ വന്നിരിക്കുകയായിട്ട് നൈറ്റ് ഡിന്നർ കഴിക്കാൻ. ഇനിയും മൂകാംബികയ്ക്കുള്ള യാത്രയിൽ അവിടെ ഭക്ഷണമൊന്നും കിട്ടുമെന്നുള്ളത് ഉറപ്പില്ല, കാരണം നമ്മളവിടെ മിഡ് നൈറ്റ് ആവും എത്തുമ്പോഴത്തേക്കും. ഞാൻ മസാല ദോശ തന്നെ കഴിച്ചു കേട്ടോ, ആള് പൂരി ഭാജി കഴിച്ചു. കുട്ടികൾ പോകുമ്പോൾ അവർ നല്ലോണം ഉറക്കം പിടിച്ചു കേട്ടോ. പിന്നെ മുരുടേശ്വരി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഹോട്ടലിൽ കയറിയത്. അവിടെ കയറി പിന്നെ കേർഡ് റൈസൊക്കെ വാങ്ങിച്ച് അവർക്ക് കൊടുത്തു സിമ്പിളായിട്ട്. ഇതൊക്കെ കഴിയുമ്പോഴേക്കും പിന്നെ ഡ്രൈവർ ചേട്ടൻ ഉഷാറായിട്ടോ. പിന്നെ ആളും ഭക്ഷണം കഴിച്ച് ഞങ്ങൾ എല്ലാവരും കൂടി വണ്ടി കയറിയിട്ടുണ്ടല്ലോ. പിന്നെ മൂകാംബികയ്ക്ക് കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളൂ അവിടുന്ന്. പിന്നെ ഘാട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇതേ മൂകാംബികയുടെ കവാട എത്തി. ഇവിടുന്ന് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ തന്നെ മൂകാംബിക എത്തും കേട്ടോ. എനിക്ക് എന്താ അറിയില്ല കേട്ടോ, ഈ കവാടവും ഈ ബസ് സ്റ്റാൻഡും ഒക്കെ കാണുമ്പോണ്ടല്ലോ അരവിന്ദിൻ്റെ അതിഥികൾ പറഞ്ഞൊരു മലയാളത്തിലൊരു ഫിലിം ഉണ്ടല്ലേ, അത് ഓർമ്മ വരും കേട്ടോ. അങ്ങനെ നമ്മൾ ദേവിയുടെ സന്നിധിയിലെത്തി കേട്ടോ, കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. മൂകാംബികയിൽ മോസ്റ്റ്ലി ഞങ്ങൾ ഒരു 6 മണിയാകുമ്പോഴേക്കും എത്തും എന്നാട്ടോ വിചാരിച്ചത്. പക്ഷെ 12 മണിയായി എത്തുമ്പോഴേക്കും. കഴിഞ്ഞ തവണ പോയപ്പോഴൊന്നും ഇത്ര ടയർഡ്നെസ് തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇത് ഒരുപാട് ക്ഷീണമായി. പക്ഷെ ആ പരിസരവും ദേവിയുടെ സന്നിധിയും ഒക്കെ പാടെ കണ്ടപ്പോൾ എന്താ അറിയില്ല, ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാനും പ്രിയയും ദീപാലിയും ഡ്രൈവറും ഒക്കെ വണ്ടിക്കകത്ത് തന്നെ ഇരുന്നു കേട്ടോ. ഇവർ പോയിട്ട് റൂമൊക്കെ കണ്ടുപിടിച്ച് അഡ്വാൻസ് ഒക്കെ പേ ചെയ്തിട്ട് പിന്നെ നമ്മൾ അവരവരുടെ റൂമിലേക്ക് പോയി. പോണ വഴി അച്ഛനൊരു വീഴ്ചയും കെട്ടി കേട്ടോ. അതാ കിടക്കണു. എടാ എൻ്റെ കൈ പിടിച്ച് നടക്കണമെന്ന് ഞാൻ പറഞ്ഞേ ഉള്ളൂ, അപ്പോഴേക്കും അത് താഴെ വീണു. അത് നിസ്സാരം. ഇതാ എന്നിട്ട് നമുക്ക് കിട്ടിയ റൂം. ഇതിൽ കട്ടിലുണ്ടല്ലോ ചുമരോട് ചേർന്നിട്ടല്ലായിരുന്നു. അപ്പോൾ പിന്നെ ഇവരെ കിടത്താൻ ബുദ്ധിമുട്ട് കാരണം കൊണ്ട് നമ്മൾ വേറെ റൂം ചൂസ് ചെയ്തു കേട്ടോ. ഈ റൂം പിന്നെ രാമയ്യും പ്രിയയും കൂടി എടുത്തു കേട്ടോ. പിന്നെ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്ത റൂമിൽ പോയി നോക്കിയപ്പോൾ അവിടെ കട്ടിൽ ചേർത്ത് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു ചുമരിൻ്റെ. അവിടുത്തെ ബാത്റൂമും എല്ലാം നല്ല ക്ലീൻ ആയിരുന്നു കേട്ടോ. റൂമിലെത്തിയ ശേഷം അച്ചു ഇമ്മക്കുട്ടി നല്ല ആക്റ്റീവ് ആയിരുന്നു കേട്ടോ. പിന്നെ അവരെ ഉറക്കി കിടത്താനായിരുന്നു ബുദ്ധിമുട്ട്. കാരണം വേറെ ഒന്നുമില്ല കേട്ടോ, പിറ്റേ ദിവസം 4 മണിയാകുമ്പോഴേക്കും എണിച്ച് റെഡി ആയിട്ട് വേണം അമ്പലത്തിലെത്താൻ. 7:30 കേട്ടോ തുലാഭാരത്തിൻ്റെ ടൈമിംഗ് പറഞ്ഞിരിക്കുന്നത്. വാഷ്റൂമല്ല, ബെഡ്റൂമല്ല, വീടല്ല, ഹോട്ടലല്ല, എവിടെ പോയാലും ആരും നോക്കാൻ മിററായിരിക്കും അല്ലേ. ഞങ്ങൾ ഉറങ്ങാൻ കിടന്നു കേട്ടോ. അധികം പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. കൂടുതൽ വിശേഷങ്ങളായിട്ട് നാളെ വരാം കേട്ടോ.